മലപ്പുറത്ത് മദ്യപിച്ച് വാഹനം ഓടിച്ച് ASI കാറിലിടിച്ച ശേഷം പോലീസ് വാഹനം നിർത്താതെ പോയി. നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. വണ്ടി തട്ടലും മുട്ടലൊക്കെ തട്ടും. നിങ്ങൾ അതിന്റെ ഇറങ്ങി വണ്ടിന്ന് ഇറങ്ങി മണ്ണടിച്ചങ്ങാണ്ട് കൊടുക്കാൻ പറ്റില്ല. ആൾക്കാർ കാണുന്നുണ്ട്. മണക്കുണ്ടോ? മണക്കണുണ്ടോ? എവിടുക്ക ഞാൻ എവിടുക്ക പോണൂന്ന് ഇറങ്ങി ഇറങ്ങി സാറേ ഇറങ്ങി നിങ്ങളെ പേരെന്തേലും ഇങ്ങനെ പോകാൻ പറ്റില്ല. സാറ് വണ്ടിന്ന് ഇറങ്ങി ചാവി അമ്മടുത്താ പോകുന്നില്ല. വണ്ടിന്ന് ഇറങ്ങി ഞാൻ വണ്ടിയിൽ ഇറങ്ങും. ഞാനേ എനിക്കിപ്പോ അരമണിക്കൂർ മുന്നേ ഈ വണ്ടി എടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. നിങ്ങൾ ആരെടുത്ത് കൊണ്ടുപോകും? ഈ കണ്ടീഷനിൽ സാറ് വണ്ടി എടുത്തിട്ട് പോകുമോ? ഞങ്ങൾ ഞങ്ങത്തോട് കയറ്റി കൊണ്ടുവരും. എന്റെ ഡ്യൂട്ടിയാണ്. നിങ്ങളൊരു ഡ്യൂട്ടി ഇല്ല സാറെ. പേരെന്താ? നിങ്ങളെ പേരെന്താ? എന്താ ഡ്യൂട്ടി നമുക്ക് അന്വേഷിക്കാമല്ലോ. നിങ്ങളെ പേര് പറയും. ഇതേ സ്റ്റേഷനിൽ വേണ്ടിയാ? മങ്കടത്തല്ല തീരുമാനപ്പെടുന്നുണ്ടാവും. ഇത് നിങ്ങൾ ഇറങ്ങി സാറ് ഡയറക്റ്റ് നമ്പറുണ്ട്. വിളിച്ചു പറയാ. എന്ത് സംഭവം ഉണ്ടാകുമ്പോഴും പറയും സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒന്നിൽ കൂടുതലായി. അപ്പോൾ പോലീസുകാരുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ചുള്ള മാതൃഭൂമി ന്യൂസിന്റെ അന്വേഷണം തുടങ്ങിയതേ ഉള്ളൂ. ഇതാ അപ്പോഴും നമ്മൾ വിചാരിക്കുന്നു ഇത് ഇന്നത്തോടു കൂടിയെങ്കിലും തീരുമാനിക്കുന്നു. പക്ഷേ ഇല്ല. അത് ഏറ്റവും ഒടുവിൽ വന്ന ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. അരുൺ അമർനാഥ് ഈ ദൃശ്യങ്ങളിൽ കണ്ട ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുക. അരുൺ, ഈ ASIയുടെ പേരെന്താണ്? ഇത് എന്നത്തെ സംഭവമാണ്? ഈ പോലീസ് വാഹനം നിർത്താതെ പോയ ശേഷം നാട്ടുകാരെ പിന്തുടർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച ശേഷം എന്തുണ്ടായി? അഞ്ജിത, ഇന്നലെ രാത്രി നടന്ന സംഭവമാണിത്. ആദ്യം ഒരു ബൈക്ക് യാത്രികന് നേരെ ഈ ജീപ്പ് കുതിച്ചു വരികയായിരുന്നു. അങ്ങനെ ബൈക്ക് യാത്രികൻ ഈ വെട്ടിച്ചു മാറ്റുകയും ചെയ്തു. ഇയാൾക്കാണ് ഈ ഒരു നിയന്ത്രണമില്ലാതെ ഈ ജീപ്പ് വരുന്നത് കണ്ട് സംശയം തോന്നിയത്. അങ്ങനെ ഈ ബൈക്ക് യാത്രികൻ ഈ ജീപ്പ് തടഞ്ഞ ഈ പോലീസുകാരനോട് സംസാരിക്കുകയായിരുന്നു. അങ്ങനെ കൂടുതൽ നാട്ടുകാരെത്തി ഈ ജീപ്പ് തടയുകയാണ്. അപ്പോഴാണ് മനസ്സിലായത് മറ്റൊരു വാഹനത്തിൽ തട്ടിയാണ് ഈ ജീപ്പ് മുന്നോട്ട് വന്നത് എന്ന്. അത് നിർത്താതെ വരികയായിരുന്നു. അപ്പോഴാണ് ഈ വാഹനം നിർത്തിയിട്ടത് തടഞ്ഞത് കണ്ട് ആ കാറുകാരൻ എത്തുന്നത്. ഒരു കാറിനെയും തട്ടിയായിരുന്നു, ഒരു കാറിൽ ഇടിച്ചായിരുന്നു ഈ ജീപ്പ് മുന്നോട്ട് വന്നിരുന്നത്. അങ്ങനെ ഈ പോലീസുകാരനെ തടയുകയാണ്. മലപ്പുറം ടൗൺ സ്റ്റേഷനിലെ ASI ആണ്, ഗോപി മോഹനാണ് ഈ മദ്യപിച്ച വാഹനം ഓടിച്ചിരിക്കുന്നത്. ഈ മങ്കട സ്റ്റേഷൻ പരിധിയിൽ വെച്ചായിരുന്നു സംഭവം. ആദ്യം മങ്കട സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനാണെന്നാണ് നാട്ടുകാർ കരുതിയത്. പക്ഷേ അല്ല, ഇയാൾ സർവീസ് നടത്തി ഏകദേശം 2 കിലോമീറ്ററോളം വാഹനം ഓടിച്ചതിന് ശേഷമാണ് നാട്ടുകാർ തടയുന്നത്. അപ്പോൾ തന്നെ ഈ നാട്ടുകാർ, സംശയം തോന്നിയ നാട്ടുകാർ ഈ മലപ്പുറം SP ഓഫീസിൽ വിവരം അറിയിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് മങ്കട സ്റ്റേഷനിൽ നിന്ന് CI ഉൾപ്പെടെയുള്ള സംഘം എത്തിയാണ് ഈ പോലീസുകാരനെയും ജീപ്പും തിരികെ കൊണ്ടുപോകുന്നത്. നാട്ടുകാരോട് ആദ്യം കയർക്കുകയാണ് ഉണ്ടായത്. ഞാൻ ഈ വാഹനം ഓടിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ഈ ASI പറഞ്ഞത്. പക്ഷേ നാട്ടുകാർ വളരെ ശക്തമായി തന്നെ ഈ പോലീസുകാരനെ അവിടെ നിന്ന് വാഹനവുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ തടയുകയാണ് ഉണ്ടായത്. തുടർന്ന് ഇതിൽ അറിയേണ്ടത്, ഇതിപ്പോ മറ്റൊരാളാണെങ്കിൽ, ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇപ്പൊ കേസും കൂട്ടമൊക്കെ ആയല്ലോ. ഈ പോലീസുകാരനെതിരെ കേസ് എടുത്തിട്ടുണ്ടോ? അതെ, കേസ് എടുത്തിട്ടുണ്ട്. ആദ്യം ഈ കാറ് തട്ടിയെന്ന് പറഞ്ഞാൽ, കാറിൽ ഇടിച്ചു എന്ന് പറഞ്ഞ ആളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും അപകടം ഉണ്ടാക്കിയതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ ആ കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം SP ഓഫീസിലാണ് നാട്ടുകാർ ആദ്യം, മലപ്പുറം SP S ശശിധരനെ നേരിട്ട് വിളിച്ചാണ് നാട്ടുകാർ ആദ്യം പരാതി അറിയിച്ചത്. SP-യുടെ ഉത്തരവിനെ തുടർന്നാണ് ഈ സംഘം, മങ്കടയിൽ നിന്നുള്ള സംഘം എത്തി ഇയാളെ വാഹനത്തെയും തിരികെ കൊണ്ടുവന്നത്. പിന്നാലെ തന്നെ കേസ് എടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അഞ്ജിത തുടക്കത്തിൽ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇന്നലെ പോലീസിന്റെ അതിക്രമത്തെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് ഈ പരമ്പര നമ്മൾ ചെയ്യുമ്പോൾ പോലും ഇനി ഇത് ആവർത്തിക്കരുത് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഈ പരമ്പര പോകുന്ന ദിനം തന്നെ ഇങ്ങനെ ഒരു വാർത്ത വരുന്നു എന്ന് പറയുമ്പോൾ, ഇത്തരം ഒരു സംഭവം വരുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ദൗർഭാഗ്യകരമാണ് എന്നുള്ളത് കൂടിയുണ്ട് അഞ്ജിത. അത്തരത്തിലുള്ള തീർച്ചയായും എന്തായാലും വേലി തന്നെ വിളവ് തിന്നുന്ന കാഴ്ചയാണ്. ഇവിടെ നാട്ടിൽ നീതിയും ക്രമസമാധാനവും ഒക്കെ ഉറപ്പാക്കേണ്ട ചുമതല പോലീസുകാർക്കാണ്. അവർ തന്നെ അത് ലംഘിക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിലത്തേതായി പുറത്തു വന്ന
റിപ്പോർട്ടാണിത്. ഒരു ASI തന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു, മറ്റൊരു വാഹനത്തിലിടിക്കുന്നു. നാട്ടുകാർ അത് ചോദ്യം ചെയ്യുമ്പോൾ നാട്ടുകാരോട് കയർക്കുകയാണ്. എന്തായാലും ആ നാട്ടുകാർക്ക് ഒരു അഭിനന്ദനം നൽകണം. കാരണം ചിലരൊക്കെ ആണെങ്കിൽ പോലീസുകാരാണ്, അവരെ ചോദ്യം ചെയ്താൽ പിന്നെ കേസായി കൂട്ടായി എന്നൊക്കെ പേടിച്ചുകൊണ്ട് അതിന് ചോദ്യം ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാ പൗരന്മാരും ഒരുപോലെ തന്നെയാണ്. കാരണം ഈ നാട്ടിൽ ക്രമസമാധാനം ഉറപ്പാക്കേണ്ട പോലീസുകാർ തന്നെ ഈ രീതിയിലുള്ള സമീപനം എടുക്കുമ്പോൾ അതിൽ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. ആ നാട്ടുകാർ ചെയ്തതുപോലെ തന്നെ, മലപ്പുറത്തെ നാട്ടുകാർ ചെയ്തതുപോലെ തന്നെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകുകയാണ് വേണ്ടത്. കേസെടുത്തിട്ടുണ്ട് എന്നാണ് അരുൺ അമർനാഥ് റിപ്പോർട്ട് ചെയ്തത്. ഇനി എന്തായാലും മറ്റ് അച്ചടക്ക നടപടികളിലേക്കൊക്കെ പോകുമോ എന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാം.